രഘുചന്ദ്രൻ നായർ, ഇപ്പോൾ ഇത് സത്യത്തിൽ റെയിൽവേയും നഗരസഭയും തമ്മിലുള്ളൊരു തർക്കമായി മാറിയിട്ടുണ്ട്. റെയിൽവേക്ക് പലതവണ നഗരസഭ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഈ സാധാരണ നിലയിൽ നീക്കം ചെയ്യേണ്ട മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവിടെ ശുചീകരണം നടത്തണമെന്നുള്ളതും. അതിനൊന്നും റെയിൽവേ ചെവിക്കൊണ്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രശ്നങ്ങളായിരിക്കുന്നു. ഈ അവസാന നിമിഷത്തിലാണ് ഈ കാര്യത്തിൽ റെയിൽവേ എന്തെങ്കിലും ഒരു നടപടിയിലേക്കൊക്കെ ഇറങ്ങിയതെന്നാണ്. നഗരസഭയ്ക്ക് ഒരു ഉത്തരവാദിത്വമില്ല ഈ കാര്യത്തിൽ എന്നാണോ താങ്കളും കരുതുന്നത്, ശ്രീ എസ് എൻ രഘുചന്ദ്രൻ നായർ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴേക്കും പ്രശ്നങ്ങൾ വരുമ്പം പലരുടെയും പുറത്ത് പോയി പഴിചാറിയിട്ട് യാതൊരു കാര്യമില്ല. ചേംബർ ഓഫ് കോമേഴ്സിന് മെയ് മാസം 22-ാം തീയതി CM-ന് കത്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫ്ലഡിംഗ് പ്രോബ്ലം ഭയങ്കര രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. 2015 ഓപ്പറേഷൻ അനന്ത 30 കിലോമീറ്റർ കംപ്ലീറ്റ് ഡീസിൽറ്റ് ചെയ്ത് ഓട വലുതാക്കി എല്ലാം മാറ്റം വരുത്തിയിട്ട് 9 വർഷം കഴിഞ്ഞു. ആ 9 വർഷത്തിനകത്ത് പിന്നെ രണ്ടാമത് നമ്മൾ വേറൊരു ആക്ടിവിറ്റി ചെയ്തത്. അപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞു, ഒരു തലസ്ഥാന നഗരമായ സ്ഥിതിക്ക് ചീഫ് സെക്രട്ടറി കീഴിൽ തന്നെ ഒരു ഹൈ പവർ കമ്മിറ്റി വെച്ചിട്ട് ഇത് മോണിറ്റർ ചെയ്യണം. കാരണം ഇത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ കയ്യിലോ കോർപ്പറേഷന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പം അത് വരുമ്പോൾ കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ്, കോർപ്പറേഷൻ, PWD, ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ എല്ലാം കൂടെ വന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും വലിയ ജോലി. അന്ന് ശ്രീ ജിജി തോമസൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ശ്രീ ബിജു പ്രഭാകരൻ അന്ന് ഡിസ്ട്രിക്ട് കളക്ടർ, അന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ സർക്കാരായിരുന്നു. അന്ന് അവർ ആ കോർഡിനേറ്റഡ് എഫർട്ട് എടുത്തുകൊണ്ടാണ് അന്ന് ഈ നമ്മൾ എത്രയോ വർഷമായിട്ട് നമ്മളെ ഫ്ലഡ് അങ്ങ് നിന്നു. നമ്മളെ ഫ്ലഡിങ് അന്ന് നിന്ന് 4-5 വർഷം ഫ്ലഡിങ്ങേ ഇല്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് ആരും ഫോളോ അപ്പ് ചെയ്തില്ലാണ്. നമ്മളിപ്പോ പ്രശ്നം ഇപ്പൊ വെറുതെ നമ്മൾ റെയിൽവേയുടെ അടിയിൽ കൂടെ ടണൽ, അന്നും റെയിൽവേയുടെ അടിയിൽ കൂടെ ടണൽ എത്ര ദൂരം? 150 മീറ്റർ, 30 കിലോമീറ്റർ കിടക്കുന്ന 150 മീറ്റർ ആണ് റെയിൽവേയുടെ ടണൽ കിടക്കുന്നത്. തീർച്ചയായിട്ടും റെയിൽവേയുടെ ടണലിന്റെ അടിയിൽ ക്ലീനിങ് ഓപ്പറേഷൻ, റെഗുലർ ക്ലീനിങ് വേണം. അത് കോർപ്പറേഷൻ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാര്യമില്ല. കത്ത് കൊടുത്താൽ കാര്യം കഴിയുമോ? അപ്പൊ അതിന്റെ പുറമെ നമ്മൾ നിന്ന് കാര്യങ്ങൾ നടന്നു. മഴ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ മാസം ആകുമ്പോൾ മഴ വരും. ആ മഴയ്ക്ക് മുമ്പ് കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യേണ്ട കാര്യം നമ്മൾ മുൻകൂട്ടി ചെയ്യണ്ടേ? ഇപ്പൊ ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാൽ ഇതിനകത്ത് പല ഡിപ്പാർട്ട്മെന്റ്സ് നാദില്ലാത്ത ഒരു പരിപാടിയാണ്. കാര്യം ആർക്കും ഉത്തരവാദിത്വമില്ല. കോർപ്പറേഷൻ പറയുന്നത് PWD പറയും റെയിൽവേ ആണ്. ഇങ്ങനെ മാറി മാറി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവരും കൂടെ ഒത്ത് ശ്രമിച്ചാൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ചീഫ് സെക്രട്ടറി കീഴിൽ തന്നെ പോകണം. കാര്യം അന്ന് ചീഫ് സെക്രട്ടറി ശ്രീ ജിജി തോമസൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കാര്യം നടന്നത്. അന്ന് ഇതിന്റെ കളക്ടറെയും കൂടെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം എടുക്കാൻ പറ്റിയത്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നത്, നമുക്കിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ആരാ ശരി ആരാ തെറ്റിന് പകരം നമുക്കിപ്പോ ഇതൊരു ഒരാളുടെ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാൻ പറ്റുന്നത്, 100% ആയിട്ട് ഇതിനകത്ത് ഈ ഒരു സാഹചര്യം വെച്ചിട്ടെങ്കിലും ഗവൺമെന്റ് ഹൈ പവർ കമ്മിറ്റി ചീഫ് സെക്രട്ടറി വെച്ച് മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെയും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ല ശ്രീ രഘുചന്ദ്രൻ, താങ്കൾ പറയുന്നത് ഇതിപ്പോൾ ഈ ഒരു 150 മീറ്റർ ഈ റെയിൽവേയുടെ കീഴിലുള്ള ടണലിന്റെ മാത്രം പ്രശ്നമല്ല, തിരുവനന്തപുരം നഗരത്തിൽ ആകെയുള്ള ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ അനന്ത തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയതാണ്. അതിന്റെ 2ാം ഘട്ടത്തിലൊന്നും ഒരു നിർജീവാവസ്ഥയിലായിരുന്നു. വീണ്ടും ഫണ്ട് അനുവദിക്കുകയോ അത് മുന്നോട്ട് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പദ്ധതി വരുന്നു, ആ പദ്ധതി ലക്ഷ്യം കാണുന്നതിന് മുമ്പ് തന്നെ അത് തടസ്സപ്പെടുന്നു. വീണ്ടും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബ്ലെയിം ഗെയിം നടത്തുന്നു. അപ്പോൾ ഇതിനകത്ത് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അല്ലെ? അന്ന് 60 കോടി രൂപ മുടക്കിയാണ് ഇത് ചെയ്തത്. 30 കിലോമീറ്റർ ആണ്. ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്തുവാ, ഞങ്ങളുടെ ഈ സിറ്റിക്കകത്ത് നമ്മൾ കാണുന്ന മഴ വരുന്ന മുമ്പ് ഓടയെ കംപ്ലീറ്റ് ഡീസിൽറ്റ് ചെയ്ത് ഓടയുടെ സൈഡിൽ വാരിയിടും. അപ്പോഴേ മഴ വരുമ്പോൾ ഈ വാരിയിട്ട സാധനം തന്നെ തിരിച്ച് ഓടയ്ക്കകത്ത് പോകും. അപ്പൊ ഇതിനൊരു സിസ്റ്റം, ഒരു കൺസേർട്ടഡ് എഫേർട്ട് ഇല്ല. നമുക്ക് ആർക്കും ഓണർഷിപ്പ് ഇല്ലാണ്. ഈ ഓണർഷിപ്പ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ്. ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് ഒരു ഹൈ പവർ കമ്മിറ്റി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആറ്റുകാൽ പൊങ്കാല വരുമ്പോ ഇത്രയും ഹൈ പവർ കമ്മിറ്റി ഉണ്ടായിട്ട് നമ്മള് ഒരു ദിവസം വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം 6 മണിയാകുമ്പോൾ കംപ്ലീറ്റ് റോഡ് ക്ലീൻ ചെയ്ത് എങ്ങനെ വൃത്തിയാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അപ്പൊ ആ കഴിവ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും നമുക്ക് കഴിവുണ്ട്. പക്ഷെ